ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി കണ്ടിട്ടെന്നറിയാം. നമുക്ക് കഴിഞ്ഞ വീക്കെൻഡ് കുറച്ച് എൻഗേജ്മെന്റ്സ് ആയിപ്പോയി. പക്ഷേ ആസ് പ്രോമിസ്ഡ് നമ്മുടെ ഈ എപ്പിസോഡ് ഒരു റൗണ്ട് അപ്പ് ആണ്. നമ്മൾ എന്താണ് വായിച്ചത്, അതിലെ നമ്മുടെ ഫേവറേറ്റ് ബുക്സ്, റെക്കമെൻഡേഷൻസ് ആൻഡ് അതർ നോൺസെൻസ് ദാറ്റ് വി ജനറലി ഡിഷ് ഔട്ട്. അതാണ് ഇന്നത്തെ ടോപ്പിക്. ബട്ട് ബിഫോർ ദാറ്റ്, വിഷിംഗ് യു ഓൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രണ്ടും കഴിഞ്ഞു, എന്നാലും കിട്ടുന്ന അവസരത്തിൽ പറയാതിരിക്കുന്നത് ശരിയല്ലേ. ലേഖ പുതിയ മൈക്രോഫോൺ വാങ്ങിച്ചല്ലേ? രേഖ എന്നോട് എനിക്ക് എനിക്ക് മന്ത് ബൈ മന്ത് ഒന്നും സത്യം പറഞ്ഞ ഓർമ്മയില്ല. കാരണം ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഞാൻ ഇക്കൊല്ലം 71 ബുക്ക് വായിച്ചു. ഈശ്വര. വായിക്കുകയും കേൾക്കുകയും ഒക്കെ കൂട്ടിയിട്ട് പലതും കുക്കു FM ചില ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതുകൊണ്ട് എനിക്ക് ഇതൊന്നും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് ബുക്സ് ഞാൻ കളക്ട് ചെയ്തു. എനിക്ക് ഫെബ്രുവരിയിലേക്ക് ഓർമ്മയുണ്ട്. ജാനുവരിയിൽ എന്താ വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വർഷം വായിച്ച മലയാളം പുസ്തകങ്ങൾ എന്ന് തുടങ്ങിക്കോ. ഓക്കെ, മലയാളം 2 ബുക്ക് ഉണ്ട്. ഒന്ന് സാൻഡിയുടെ ബുക്ക്, വഞ്ചനാട്ടിലെ വേദങ്ങൾ. വലിയ ഉപകാരം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ബുക്കാണ്. സോംബി ത്രില്ലർ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി ബുക്കാണ്. മുമ്പ് നമ്മളിത് ബ്ലോഗിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പുസ്തക രൂപത്തിൽ വന്ന സ്ഥിതിക്ക് നമ്മളത് സ്പെഷ്യൽ മെൻഷൻ പറയണമല്ലോ. അത് ഞാൻ ബുക്കായിട്ട് നമ്മള് ഒരു ഫ്ലൈറ്റ് ട്രിപ്പ്, ഒരു 5 hour 3 hour ഫ്ലൈറ്റ് ട്രിപ്പിലിരുന്ന് ട്രിപ്പും ബാക്കിയുള്ള കാർ റൈഡിലും ഇരുന്ന് വായിച്ചു തീർത്ത ബുക്കാണ്. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ പോയി ബുക്ക് വായിക്കണം എന്ന് ഞാൻ പറയുന്നു. മലയാളത്തില് അല്ലേ മാർക്കറ്റ് നല്ല ബുക്കാണല്ലോ. പറയുന്നതിൽ തെറ്റെന്താണുള്ളത്? ലിങ്ക് ഇൻ ദ കമന്റ്സ്. അതെ, ആമസോണിലേക്കുള്ള ലിങ്ക് കമന്റ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് പിന്നെ ഞാൻ വായിച്ചത് നോ സർപ്രൈസസ് ദേർ. ഞാനും ആ പുസ്തകം ഈ വർഷം ഒരിക്കൽ കൂടെ വായിച്ചായിരുന്നു. കാരണം ഈ വർഷമാണ് പുസ്തകം കൈ കിട്ടിയത്. പുസ്തക രൂപത്തിൽ കിട്ടിയപ്പോൾ ഞാനും വായിച്ചു. എന്നെ സർപ്രൈസ് ചെയ്ത വേറൊരു ബുക്ക് വാസ് ചെമ്പിൽ അമ്മിണി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് മജീദ് സയ്യിദ് എന്ന് പറഞ്ഞിട്ട് ഓഥർ എഴുതിയ ബുക്ക്. കേട്ടിട്ടുണ്ട്. ഞാൻ അത് എടുത്തപ്പം ഐ അസ്യൂംഡ് ഇറ്റ് വാസ് എ മർഡർ മിസ്റ്ററി. എനിക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. അങ്ങനെ എടുത്തൊരു പുസ്തകമാണ് ആൻഡ് ഇറ്റ് ബ്ലൂ മൈ മൈൻഡ്. ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു നാട്ടില് ഒരു രാവും പകലും ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് അതിന്റെ ബേസ്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഇതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ ഇവർ ഫ്ലഷ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുള്ളി ഡൺ. ഞാൻ ഇത് ഒന്നാമത് കുക്കു FM ഞാൻ കേട്ട ബുക്കാണ്. എനിക്കത് ബുക്ക് വാങ്ങിക്കണം എന്നുണ്ട്. ബിക്കോസ് ഇഫ് യു ഹാവൻ റെഡ്, പേര് കേട്ടിട്ട് നമുക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നുമെങ്കിലും അങ്ങനെ ഇറ്റ്സ് ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ലവ് സ്റ്റോറിയാണ്. എങ്ങും എത്താതെ പോയൊരു ലവ് സ്റ്റോറി ആണെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഡോക്ടറാണ് അതിലെ മെയിൻ ക്യാരക്ടർ. അയാളുടെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കഥയാണത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. എന്തായാലും വായിച്ചിരിക്കണം. ഒരു നാടിന്റെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം, ലവ് സ്റ്റോറി മാത്രമല്ല. അത് ചെമ്പിൽ അമ്മിണി കൊലക്കേസ്, മജീദ് സയ്യിദ്. പിന്നെ മലയാളത്തില് ത്രില്ലറാണ് ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്, രജതാറിന്റെ. രജതാറിന്റെ ബുക്സ് എനിക്ക് ഇഷ്ടമുള്ള, പുള്ളി മെഡിക്കൽ ത്രില്ലേഴ്സ് എഴുതുന്നതിൽ വളരെ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. പുള്ളിയുടെ ഫസ്റ്റ് ബുക്ക് തൊട്ട് ഞാൻ വായിച്ചേക്കുന്നതാണ്. ലാംഗ്വേജ് വൈസ് ആണെങ്കിലും പ്ലോട്ട് വൈസ് ആണെങ്കിലും വളരെ നന്നായിട്ട് എഴുതുന്ന ത്രില്ലേഴ്സ് ആണ് പുള്ളിയുടെ. ആൻഡ് ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് ചെറിയ കഥകളാണെന്നുള്ളൊരു കംപ്ലൈന്റ് എനിക്കുണ്ട്. പക്ഷെ ഐ തിങ്ക് ദേ വർ സപ്പോസ് ടു ബി സ്മോൾ സ്റ്റോറീസ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇതാണ് എന്റെ മലയാളത്തിൽ എനിക്കിപ്പോ ഒറ്റയടിക്ക് ആലോചിക്കാൻ പറഞ്ഞ ഓർമ്മയുള്ള ബുക്കുകൾ. മലയാളത്തിൽ ആക്ച്വലി ഞാൻ കുറച്ചധികം വായിച്ചു ഇത്തവണ. കാരണം ഒന്നാമത് ഞാൻ മറ്റേ ലോഗോസ് ബുക്സിന്റെ സ്കീമിൽ ചേർന്നു. 5000 രൂപ കൊടുത്താൽ 7000 രൂപയ്ക്ക് പുസ്തകം കിട്ടുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ ലോഗോസിന്റെ കുറേ പുസ്തകം എടുത്തായിരുന്നു. ഞാൻ ക്രിക്കുമിന്റെ ദാവീദിന്റെ ഇരിപ്പിടം അതെന്നാണ് വാങ്ങിച്ചത്. വീണ്ടും ഇരുന്ന് മുഴുവനും ഒറ്റയടിക്ക് വായിച്ചു. ഇതെല്ലാം എഴുതുമ്പോൾ ചൂടപ്പം പോലെ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അത് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അഗൈൻ അത് നമ്മളിതുപോലെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് പേഴ്സണലി തിരുമുൽ കാഴ്ചയാണ് ഹൈലൈറ്റ് ഓഫ് ദാറ്റ് ബുക്ക്.
ഹൈറ്റ്സ് ഓഫ് ഇമാജിനേഷൻ എന്നൊക്കെ പറയാവുന്നത്. അതുണ്ടായിരുന്നു. പിന്നെ ലോഗോസ് എന്ന് വേറെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. വായിക്കാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ റാം കെയർ ഓഫ് ആനന്ദി ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് വായിച്ചതാണ്. എഗെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കാൻ ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. പുസ്തകം തുറന്നു കഴിഞ്ഞാൽ പേജ് തന്നെ അറിയുന്ന പോലത്തെ സാധനമാണ്. വായിക്കുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഐ ഡോണ്ട് ഫിലോസഫിക്കലി എഗ്രി. കുറച്ച് കാര്യങ്ങൾ ഫോഴ്സ്ഡ് ആയി തോന്നി. ബട്ട് അറ്റ് ദി എൻഡ് ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഫിനിഷ് ഇറ്റ്. അതാണ് ആ പുസ്തകത്തിന്റെ വാട്ട് ഐ ക്യാൻ സേ പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. പിന്നെ MTയുടെ കാഥികന്റെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ ഉണ്ട്. പുള്ളിയുടെ വേരിയസ് പുള്ളി എഴുതുന്ന സ്റ്റൈലിനെ കുറിച്ചും പുള്ളിയുടെ ടൂൾസിനെ കുറിച്ചൊക്കെ ഉള്ള ഇത് വെറുതെ വായിച്ചു പോയതാണ്. ഇഷ്ടപ്പെട്ട സാധനമാണ്. മലയാളത്തിന്റെ സുവർണ കഥകൾ എന്ന് പറഞ്ഞിട്ട് MTയുടെ വേറൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, അത് വായിച്ചു. പിന്നെ ജിൻഷാ ഗംഗയുടെ ഒട വായിച്ചു. എനിക്ക് അതിൽ ചില കഥകളൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ എൻജോയബിൾ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു. രുമ്പാച്ചി എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ഹൊറർ ടച്ചുള്ള സാധനമായിരുന്നു. അതുപോലെ ആദ്യത്തെ ടൈറ്റിൽ സ്റ്റോറി വാസ് റിയലി ഗുഡ്. ഒരുപാട് ഒരു ഉപ്പ് ഭയങ്കര കിടലമെന്ന് പറഞ്ഞു. പക്ഷേ വായിച്ചപ്പോൾ ഒന്ന് ഞെട്ടിയിരുന്നെങ്കിലും എനിക്കത് റിട്രോസ്പെക്റ്റീവ്ലി എനിക്ക് അതിനോടുള്ള സ്നേഹം കുറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ അനൂപ് ശശികുമാറിൻ്റെ മൾട്ടിപ്പിൾ ബുക്സ് വായിച്ചു. അപ്പം അനൂപ് ശശികുമാർ കൃഷ്ണകുമാർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ പുള്ളിയുടെ 9-ാം വീട് എന്ന് പറയുന്ന സാധനം ഫ്രം 8 വീട്ടിൽ പിള്ളമാരുടെ ആ പെർസ്പെക്റ്റീവ് എന്നുള്ള പുസ്തകമാണ്. എഗെയിൻ ഇറ്റ്സ് എ മാഷപ്പ്. നല്ല രസമുള്ള ഒരു കഥ, ഒരു നല്ല ട്വിസ്റ്റ് അറ്റ് ദി എൻഡ് ഒക്കെയാണ്. നല്ല സാധനമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ബാക്കി പുസ്തകങ്ങൾ വായിക്കണം തോന്നി. 8-ാമത്തെ വെളിപാട് ഒരു വാമ്പയർ ലൈക്കൻ കൈൻഡ് ഓഫ് എ നോവൽ. നല്ല വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, ഇതെല്ലാം ഈ കേരളത്തിലേക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഗോഥം വായിച്ചു. ഗോഥം എനിക്ക് തോന്നുന്നു ആ 3 എനിക്ക് ലെസ് ഇമ്പാക്ട്ഫുൾ എന്ന് തോന്നിയത് ഗോഥമായിരുന്നു. ബട്ട് എഗെയിൻ ഗുഡ് ഫൺ, നല്ലപോലെ രസത്തിൽ വായിച്ചു. കറുത്തച്ഛൻ വായിച്ചു. കറുത്തച്ഛൻ എനിക്ക് തോന്നിയത് എ ബുക്ക് ഓഫ് 2 ഹാഫ്സ് എന്നാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വളരെയധികം പിടിച്ചിരുത്തി, വളരെയധികം പേടിപ്പിച്ചു. സെക്കൻഡ് ഹാഫ് എന്തോ എനിക്ക് ആ എക്സോർസിസം ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ഒരുപാട് എക്സോർസിസം പുസ്തകങ്ങൾ വായിച്ചതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അത്ര വർക്കായില്ല. പിന്നെ നമ്മുടെ മൃദുലിൻ്റെ ഫാൻ സ്റ്റോക്കീസ് വായിച്ചു. ഗുഡ് ഫൺ അഗെയിൻ, നൈസ്. വളരെ സിമ്പിൾ കഥകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇന്നിപ്പം മൃദുലൊരു പടം ഇട്ടിട്ടുണ്ടായിരുന്നു, അപർണ ബാലമുരളി അതും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിൻസിയുടെ കഥയുടെയൊക്കെ ബാക്കിയുണ്ടല്ലോ അതിൻ്റെ അകത്ത്. പിന്നെ ജയദേവിൻ്റെ ഹൈപ്പേഷ്യ ഒരു കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ടൈം ട്രാവലും വേം ഹോൾസും ഒക്കെ കൊണ്ടുവന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ്. വളരെ ഷോർട്ട് റീഡാണ്, വളരെ ഈസി റീഡാണ്. പുള്ളിയുടെ ഹൈപ്പേഷ്യ ഇതിലാണ് നമ്മുടെ ലോഗോസ് തന്നെ പബ്ലിഷ് ചെയ്തതാണ്. പിന്നെ ലോഗോസ് നിന്ന് ഷോൺ ജോയുടെ ജോൺ വായിച്ചു. കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി, നല്ല ഈ പറഞ്ഞ പോലെ ഇങ്ങനെ രസമായിട്ട് വായിച്ചു പോകുന്ന ഒരു വളരെ സിമ്പിൾ, വെരി സിമ്പിൾ നോവൽ. പിന്നെ മലയാറ്റൂരിൻ്റെ യക്ഷി വായിച്ചു. ഞാനത് ഇത്ര നാൾ വായിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ വായിച്ചപ്പോഴാണ് റിയലൈസ്ഡ് ഹൗ അമേസിങ് ഇറ്റ് ഈസ്. കൾട്ട് അത്രേ പറയാനുള്ളൂ. പിന്നെ മലയാളത്തിൽ വേറെ വായിച്ചത് ഭാർഗവി നിലയം. അതും നീലവെളിച്ചമല്ല, ഭാർഗവി നിലയത്തിൻ്റെ ഇതാണ് ഞാൻ വായിച്ചത്, സ്ക്രീൻ പ്ലേ. ഇത്രയാണ് മലയാളത്തിൽ വായിച്ചത്. ആരാ അടുത്ത മലയാളം പറയുന്നത്? ഞാൻ മലയാളം പറയാം. മലയാളത്തിൽ ഞാൻ ഇത്തവണ വായിച്ചത് മൊത്തത്തിൽ 10 പുസ്തകമാണ് വായിച്ചിട്ടുള്ളൂ. അപ്പോൾ 10 മലയാളമാണ്, 3 ഓഡിയോ ബുക്കും ബാക്കി 7 ആണ് പ്രിൻ്റിൽ വായിച്ചിട്ടുള്ളത്. അതിൽ
ഇപ്പോൾ സാൻഡി പറഞ്ഞ 2 ബുക്ക് അതിൽ പെടും. അതായത് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ മൃദുലിൻ്റെ പുസ്തകമാണ്, ഫാൻ സ്റ്റോക്കീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബുക്ക് കൂടി ഉണ്ടല്ലോ, ഗോതം ഞാൻ റീഡ് ചെയ്തതാണ്. ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഇൻഫീൽ ഉണ്ടായിരുന്ന കുറച്ച് പേര് തന്നെയാണ്. അവർ ഒരാൾ ഇൻഫീലുള്ളതാണ്, ഒരാൾ വേറെ ഒരു അവിടെ നേരത്തെ വേറെ ഏതൊരു ഫേമിൽ വർക്ക് ചെയ്ത ആളാണ്. ഇവരിപ്പോൾ സിനിമ ഇറക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, ബുക്സ് വഴി തന്നെയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ അവർക്കൊരു വിൻറ്റേജ് മോഡൽ ഒരു മലയാളം ഡിറ്റക്റ്റീവ് കഥ വേണം അവർക്ക്, ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു സ്പൈ ത്രില്ലർ ടൈപ്പ് ഒരു കഥ ഇറക്കാനുള്ള ശ്രമത്തിലാണ്, ഒരു 80s 70s കാലഘട്ടത്തിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസസ് എന്ന രീതിയിൽ കുറച്ച് ബുക്സ് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വലിയ ഉറപ്പില്ല ഗോതം സജസ്റ്റ് ചെയ്താൽ ശരിയാവുമെന്ന്. അപ്പോൾ ഞാൻ ഗോതം ഒന്നുകൂടി വായിച്ച് നോക്കിയതാണ്, അതിലെന്തെങ്കിലും എലമെൻറ്റ്സ് എടുക്കാനുണ്ടോന്ന്. ഞാൻ ഇതിനെപ്പറ്റി പിന്നെ അനൂപ് ശശികുമാറായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ പഴയ സിനിമകളും ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രം വായിച്ചതാണ് ഗോതം. ഫാൻ സ്റ്റോക്കീസിൻ്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഫാൻ ഫിക്ഷൻ്റെ കാര്യം പറയുമ്പോൾ അന്ന് മിസ്സായി പോയ ഒരു ഞാനിത് ഈ പല ഗ്രൂപ്പിലും സജസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ വായിൽ വരുന്നത് പാതി പൊറിഞ്ഞ ടിക്കറ്റുകൾ എന്നാണ്. ഫാൻ സ്റ്റോക്കീസ് ഉള്ള ആ പേരങ്ങ് വിട്ടു, കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് വിട്ടിട്ടില്ല. ഫസ്റ്റ് ബുക്കിൻ്റെ അത്ര ഇമ്പാക്റ്റ്ഫുൾ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫാൻ സ്റ്റോക്കീസ്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ചില മാഷപ്പുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് ചില കഥകളൊക്കെ. അതായത് 3 സിനിമകളിൽ നിന്നോ 2 സിനിമകളിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന കഥകളൊക്കെ എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് ജിംസിയുടെ കഥയും. പിന്നെ ശരിക്കും വായന തുടങ്ങിയത് ഓഡിയോ ബുക്കിൽ നിന്നാണ്. രാവിലെ നടക്കാൻ പോകുമ്പോൾ കുക്കു FM കണക്ട് ചെയ്തിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചു തീർക്കുന്നതാണ്, ഓരോ എപ്പിസോഡിക്കലായിട്ട് വായിക്കുന്നതാണ്. അപ്പോൾ നാഗഫണം എന്ന് പറഞ്ഞിട്ട് രാജീവ് ശിവശങ്കറിൻ്റെ ഒരു പുസ്തകം. രാജീവ് ശിവശങ്കർ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടൊരു എഴുത്തുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങേര് മലയാളത്തിൽ ഈ മിത്തോളജിക്കൽ ഫിക്ഷൻ കുറേ തമോവേദം എഴുതിയ ആളാണ് രാജീവ് ശിവശങ്കർ. തമോവേദം കേട്ടിട്ടുണ്ടാവും. പുള്ളിയുടെ ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്ന സാധനം അതാണ്. അപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രാൻസിസ് സിറ്റിക്കോരായിട്ടൊക്കെ കറക്റ്റാണ്. അത് തന്നെ സാധനം. അത് ഒരു നൈസ് സാധനമാണ്. കാരണം അതിലെ നായകനെ നമുക്ക് നായകനല്ല, ഒരു ആന്റി ഹീറോ. പുള്ളി നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് പി തമ്പിയുടെ കൃഷ്ണഭരൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയും അതിനേക്കാളും മോശമായിട്ട് ഓക്കെ. അപ്പൊ ഞാൻ ഈ സമയം ഈ നാഗഫണം എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരീക്ഷത്തിന്റെ കഥയാണ്. അതായത് പരീക്ഷത്ത് ശാപം കിട്ടിയിട്ട് പുള്ളിയുടെ അവിടെ നടക്കുന്ന അവർ ചെയ്യുന്ന കുറേ എന്താ പറയുക കുറേ തയ്യാറെടുപ്പുകൾ ഇതിന് രക്ഷപ്പെടാൻ. പുള്ളി ഏകദേശം പുള്ളിയുടെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം പുള്ളി മനസ്സിൽ ഇപ്പോൾ ആ ശാപം കിട്ടിയത് കാരണം വളരെ അസ്വസ്ഥനാണ്. അയാൾ കുറേ കൗൺസിലേഴ്സിനടുത്ത് പുള്ളിയുടെ പലരോടും ചോദിച്ച് ഒരു മനസ്സിനൊരു ഇതുണ്ടാക്കി എടുക്കുകയാണ്. കാര്യം ഇവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ കുറേ കവചങ്ങളും മറ്റേ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ഇത് തടയാൻ പറ്റില്ല എന്ന് ആരോ ഒരു മുനി വന്ന് സംസാരിക്കുമ്പോൾ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്കിയുള്ളവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. പിന്നെ നാഗന്മാരുടെ ഇടയിൽ നിന്നുള്ള അവരുടെ പെർസ്പെക്റ്റീവ് നിന്നുള്ള തയ്യാറെടുപ്പുകൾ, തക്ഷകൻ്റെ കഥയും അങ്ങനെ കുറേ കഥകളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി നന്നായിട്ട് തന്നെ നമുക്കറിയാവുന്ന എൻഡിങ് തന്നെയാണ്. പക്ഷെ നന്നായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കൊള്ളാം. ഈ രാജീവ് ശിവശങ്കറിൻ്റെ വേറെ പുസ്തകങ്ങളുണ്ട് ഇതുപോലെ. പോര് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ശരിക്കും നമ്മുടെ ജരാസന്ധനും ഭീമനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിനേക്ക് ഉള്ള ബിൽഡപ്പാണ്. അങ്ങനെ കുറച്ച് പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു മൗനം പൂരിപ്പിക്കുന്ന ടൈപ്പ് സംഭവങ്ങളല്ലേ അത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ട്രൈ ചെയ്യാവുന്ന, ഞാൻ ഇക്കൊല്ലം ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓതറാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്, വായിക്കണം. ലേഖ ഈസ് ടേക്കിംഗ് നോട്ട്സ് ഫ്യൂരിയസ്ലി. അടുത്ത കൊല്ലം 171 വായിക്കാനുള്ളതാണ്. പണ്ട് ഇപ്പോൾ മഹേഷ് ഹരിദാസിൻ്റെ പണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം കുറച്ച് ഇത് ഞാൻ ഹ്യൂമർ അങ്ങനെ ഉൾപ്പെടുത്താറില്ല, മലയാളത്തിൽ കുറവാണെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ വാരണാടൻ കഥകൾ വായിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ എടുത്തതാണ് പണ്ട്. അതും ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു സുനീഷ് വാരനാട് തന്നെ എഴുതിയൊരു കുറിപ്പിൽ നിന്നാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. വളരെ എൻജോയബിൾ ആയിട്ട് റീഡായിരുന്നു. ഇക്കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയാം, ഒരു ടോപ്പ് 5 ഒക്കെ എടുക്കുവാണെങ്കിൽ 10 ഉള്ളൂ, അതിൽ എന്തായാലും പെടും ഈ പുസ്തകം.
ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാട്ടോ അത്. ഇക്കൊല്ലാണ് വായിച്ചത്. ഞാനത് ആയിക്കൊല്ല അത് വായിച്ചത്. ഞാൻ കുക്കു എഫ് എമ്മില് റിപ്പീറ്റ് ഇട്ട് കേട്ട കഥകള്. വാരനാടൻ കഥകളാ? അല്ലല്ല, അല്ല, പണ്ട് 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 പണ്ട്. ഞാനത് ഇടക്കിടക്ക് പറയണതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ ഈ നർമ്മം വായിക്കുമ്പോൾ എനിക്ക് സജീവടത്താടന്റെ കൊടകര പുരാണത്തെക്കാളും നല്ലതായിട്ടാണ് എനിക്ക് വാരനാടൻ കഥകൾ തോന്നിയത്. അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഈ പണ്ട് 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 അനുഭവപ്പെട്ടത്. കാരണം അതിൽ ഈ നർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്ററിലും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഒരു ചെറിയ ബോംബ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നൈസ് സാധനമായിരുന്നു. പിന്നെ വി എം ദേവദാസിൻ്റെ ഏറ് കുറേ കാലമായിട്ട് അതും കുക്കു എഫ് എം വഴി കേട്ടതാണ്. അതൊരു കുറേ കാലമായിട്ടൊരു കൊണ്ടു നടന്നതാണ്. അതിങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് പുസ്തകം വാങ്ങി വെച്ചിട്ട് അവസാനം നമ്മൾ ഓഡിയോ ബുക്ക് വഴി കേൾക്കാനായിരുന്നു വിധി. അത് അതിൻ്റെ ഒരു കഥ എന്ന് വെച്ചാൽ, ഒരു പോലീസുകാരൻ, റിട്ടയർഡ് പോലീസുകാരൻ, അയാളുടെ വീട്ടിലേക്ക് ഒരു ഇരുട്ടിൽ ഒരു ഏറ് വരുന്നു. എപ്പോഴും അവൻ്റെ ഓട് തകരുന്നു. പുള്ളി ഓട് മാറ്റിയിട്ടാലും ഓട് മറ്റേ പിന്നെ ആരെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ പുള്ളി അതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അന്വേഷിച്ച് ചെല്ലും തോറും ഈ ഏറിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറേ ഫിലോസഫിക്കലാവുകയാണ്. അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഇഞ്ചക്ട് ചെയ്ത പോലെയാണ്. കുറേ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. ഈ നമ്മുടെ കണ്ണകിയുടെ ഏറ് മുതൽ, അതായത് കണ്ണകി മറ്റേ ചിലമ്പെടുത്ത് എറിയുന്ന ആ കഥ മുതൽ പല പല ഏറുകൾ, നമ്മുടെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിലൊരു ഏറ് ഓർമ്മയുണ്ടല്ലോ, ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ആളെ കെട്ടിവെച്ച് ആ ഒരു ഏറ് വരെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെ പൊളിറ്റിക്കലി ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തു. പുള്ളിയുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ മതി. പുള്ളി CCTV വെക്കുന്നു, അത് വെക്കുന്നു, എന്നിട്ടും ആളെ കിട്ടുന്നില്ല. എന്നിട്ട് അവസാനം ഒരു നാട് മുഴുവൻ ഈ ഏറിന് പുറകെ രണ്ടായിട്ട് തിരിഞ്ഞ് അങ്ങ് തല്ലുകൂടുന്നൊരു കഥയിലാണ് സംഭവം വന്ന് നിൽക്കുന്നത്. പക്ഷേ റൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ട് ചെയ്തേക്കുന്ന പൊളിറ്റിക്സ് മാത്രമാണ് നമുക്കതിലൊരു കല്ലുകടിയായിട്ട് തോന്നിയത്. അവസാനം ഭാഗമായപ്പോഴത്തേക്ക് അത് കുറച്ച് ഇതായിട്ട് തോന്നി. പുള്ളിക്ക് ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ണകിയുടെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ദി എൻഡ് വന്നപ്പോൾ ഈ പറഞ്ഞ സാധനമൊക്കെ ഒരു സ്പീഡ് ബ്രേക്കറായിട്ട് തോന്നി. പിന്നെ വായിച്ചത് അനീഷ് ഫ്രാൻസിസിൻ്റെ പാപ്പിലിയോ ഹെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സമാഹാരമാണ്. പുള്ളിയുടെ ലേറ്റസ്റ്റ് ബുക്കാണ്. അപ്പോൾ അത് സൈക്കഥം അങ്ങനെ ഏതൊരു ചെറിയ പബ്ലിക്കേഷൻസാണ് കൊണ്ടുവന്നത്. ഒരു 4 നോവലുകളായിരുന്നു. അതിൽ ഒന്നോ രണ്ടോ കഥകൾ കുഴപ്പമില്ലെന്ന് തോന്നി. ഈ പാപ്പിലിയോ ഹെക്ടർ എന്ന ടൈറ്റിൽ സ്റ്റോറി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം മിസ്റ്റീരിയസ് ആയിട്ടുള്ള പുള്ളിയുടെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് എന്താ പറയുക, അതിസാഹിത്യമൊന്നുമില്ല, അങ്ങ് വായിച്ചു പോവുക. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം ഉണ്ടാവും. പുള്ളിയുടെ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ഈ മറ്റേ ഇതിലൊക്കെ വരുമ്പോൾ വായിക്കാറുണ്ട്. കൊള്ളാവുന്നൊരു റൈറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ ബുക്ക് വരുമ്പോൾ നമ്മളത് ആക്ച്വലി ഞാൻ ക്രൗൺ കോബ്ര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൊള്ളാവുന്ന എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ വായിച്ചു തുടങ്ങി. എനിക്കങ്ങ് ആ മൂഡിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് പോസ് ചെയ്ത് വെച്ചേക്കാം. ത്രില്ലർ ആണോ ഹൊറർ ആണോ? ക്രൗൺ കോബ്ര ത്രില്ലറാണ്. പുള്ളിയുടെ മിക്കവാറും എല്ലാ കഥകളും ഒരുതരം ഹെൻറി ടച്ചുള്ള കഥകളാണ്. ഒരു ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കാണും എന്തായാലും. നോവലായാലും വിഷാദ വലയങ്ങൾ കുറച്ച് കാലം മുമ്പ് വായിച്ചതാണ്. എനിക്ക് ഒന്നുകൂടി അത് വായിക്കണം. ഞാനത് അന്ന് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. നല്ല ബുക്കായിരുന്നു. ഞാൻ അങ്ങനെയാണ് അനീഷ് ഫ്രാൻസിസ് എന്നുള്ള റൈറ്ററിനെ അങ്ങ് പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ ഇക്കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഉറക്കപ്പിശാച്, SP ശരത്തിൻ്റെ ട്രോൾ ലൈബ്രറിയുടെ റെക്കമെൻഡേഷനായിരുന്നു. അതെടുത്ത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സൻ ഒരു കട്ടിലിൽ കിടപ്പ് രോഗിയാണ്. പുള്ളി കിടന്ന് കുറേ കഥയങ്ങ് പറയുവാണ്. ഈ കഥകളൊക്കെ ചില കഥയൊക്കെ നമ്മുടെ സത്യം പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന കഥകൾ. ഞാൻ ഈ DSCരെ കണ്ടിട്ടൊന്നും ഇത്ര ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയാം. കാരണം ചിലതൊക്കെ ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള കഥകൾ. അതായത് ഒരു കൂവലിൻ്റെ കഥയുണ്ട് ഇതിനകത്ത്. അതൊന്ന് ഈ ബുക്ക് വായിക്കുവാണെങ്കിൽ, അത് ഇദ്ദേഹം പറയുന്ന കഥകളാണ്, ആ കൂവലിൻ്റെ കഥയൊന്ന് വായിച്ചു നോക്കണം. അത് മാത്രം എടുത്ത് വായിച്ചാലും മതി. നമ്മളെ ഒന്നങ്ങ് ഇരുത്തുന്ന സംഭവമാണ്. ഈ പറഞ്ഞ കഥകൾ പറയുന്ന ആൾക്ക് ഒരു മെയിൻ പ്ലോട്ട് ലൈൻ ഉണ്ട്. ഈ പ്ലോട്ട് ലൈനിനിടയിലാണ് ഈ പുള്ളി കഥ പറയുന്നത്. ആ പ്ലോട്ട് ലൈനും ടെറിഫയിങ് ആണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ, സ്പോയിൽ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാൻഡി മ്യൂട്ടാണേ. എന്തോരം പുസ്തകങ്ങൾ വായിക്കാനും വാങ്ങിക്കാനും കിടക്കണം എന്ന് ആലോചിക്കാണ്. അപ്പം ഞാനെന്ത് ചെയ്യും, എന്ത് വിചാരിക്കണം. പിന്നെ എൻ്റെ ചെയ്തത് ദീപു പ്രദീപിൻ്റെ അരക്കിണ്ണം കുളിര്. അത് ദീപു പ്രദീപ് അറിയാമല്ലോ, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. മറ്റേ ഗുരുവായൂരമ്പല നടയിൽ, പേരിലൂർ പ്രീമിയർ ലീഗ്, നമ്മുടെ കുഞ്ഞിരാമായണം, അതിൻ്റെയൊക്കെ റൈറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ അനുഭവങ്ങൾ
കുറച്ച് നർമ്മത്തിൻ്റെ മെമ്പൊടിയോടെ പറയുന്നു എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാം. ഇതിൽ പറയുന്ന ഒരു മെയിൻ കാര്യമുണ്ട്, ഈ വക്ക് പൊട്ടിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിൽ ഇയാൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയുന്നത്. കാരണം മിക്കവാറും എല്ലാ കഥകളും നൈസ് കഥകളാണ്. ഇതിനകത്ത് സംഭവമൊക്കെ നമുക്ക് ഇതൊക്കെ സംഭവിച്ചാണോ എന്ന് തോന്നിപ്പോൾ. അത്യാവശ്യം അതിശയോക്തി കലർത്തിയാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുള്ളി വന്ന് ഇങ്ങനെ ആൾക്കാർക്ക് വന്ന് പെടാൻ പറ്റുന്നു, ഒരാൾക്ക് തന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ വന്ന് പെടാൻ പറ്റുന്നു എന്നുള്ള ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് പുസ്തകം തീരുന്നത്. കുഴപ്പമില്ല, മഹേഷ് ഹരിദാസിൻ്റെ ബുക്കിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും അത്യാവശ്യം വായിച്ചിരിക്കാം. അത് DC ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ലിറ്റ്മസ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇംപ്രിൻ്റ് ഉണ്ട്. അതായത് ഈ സെലിബ്രിറ്റീസിൻ്റെ പുസ്തകങ്ങൾ മാത്രം വരുന്നതാണെന്ന് തോന്നുന്നു. ലെനയുടെ ബുക്ക് അതിലാണ് വന്നത്, അശ്വതി ശ്രീകാന്തിൻ്റെ ബുക്കൊക്കെ അതിലാണ് ഇപ്പോൾ വരുന്നത്. നൈസാണ്, കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. അതിനകത്ത് ഒരു പോലീസുകാരൻ്റെ കഥയുണ്ട്. പോലീസുകാരൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതൊരു കൊള്ളാവുന്നൊരു കഥയാണ്. അവസാനം വായിച്ച് തലയറിഞ്ഞ് ചിരിച്ചൊരു കഥയാണത്. ബാക്കിയെല്ലാം കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷെ ഇത് നൈസ് സാധനമായിരുന്നു. പിന്നെ ഇക്കൊല്ലം വായിച്ചാൽ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നത് ലാസ്റ്റ്, ഇതോടെ തീർന്നു, ലിസ്റ്റ് കഴിഞ്ഞു, ഓഹരി, KL മോഹനവർമ്മ. ഓഹരി വിപണിയിലെ പറ്റിയൊരു കഥയാണ്. അപ്പോൾ ഓഹരി വിപണിയുടെ അതിൻ്റെ ഒരു ഇൻട്രിക്കസീസ്, ഇത് പണ്ട് ഇപ്പോൾ മൊബൈൽ ട്രേഡിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് നടന്നതാണെങ്കിലും അതിനകത്ത് കുറേ എന്താ പറയുക, അതിനകത്ത് എങ്ങനെയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഓഹരി വിപണി അത്ര ക്ലിയർ ആയിട്ടൊന്നും ഞാൻ കുറേ ശ്രമിച്ചതാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി. ഇതിൻ്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കുറേ നോക്കിയതാണ്. ഈ ട്രേഡിങ് എങ്ങനെയായിരിക്കും, കർവ് ട്രേഡിങ്, അങ്ങനെ കുറേ സാങ്കേതിക പദങ്ങളുണ്ടല്ലോ, അതൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് അല്ലാതെ അങ്ങ് ഒറ്റയടിക്ക് ഇതൊക്കെ അങ്ങ് ഡംപ് ചെയ്തിട്ട് പോകുന്ന പരിപാടിയല്ല. പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ കഥയുമായിട്ട് നമ്മളെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു ചെറിയ ഹെർബൽ പ്രോഡക്ട്സ് കമ്പനീന്, ഒരു ആയുർവേദ കമ്പനീന്, ധന്വന്തരി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല വലിയ സ്രാവുകളും ശ്രമിക്കുന്നു, ത്രൂ ഓഹരി വിൽപ്പനയോട് ശ്രമിക്കുന്ന ഒരു കഥയാണ്. ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ കഥകളിലൂടെയാണ് പോകുന്നത്. കുറേ പേർക്കുള്ള ബാക്ക് സ്റ്റോറികൾ, അവരെങ്ങനെ ഈ ഓഹരി വിപണിയിൽ വന്ന് പെട്ടു എന്നുള്ള കഥകളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലൊരു റീഡാണ്. ഇദ്ദേഹം നമ്മുടെ ഒരു ആദർ ഹേലിയ എന്ന് പറയാം. പുള്ളി ആ ഫീൽഡിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടാണ് എഴുതുന്നത്. പുള്ളി ക്രിക്കറ്റിനെ പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഫുട്ബോളിനെ പറ്റിയിട്ട്. ക്രിക്കറ്റ് തന്നെയാണ് ആ നോവലിൻ്റെ പേര് എന്ന് തോന്നുന്നു. ഞാൻ അതന്വേഷിച്ചാണ് പോയത്, പക്ഷെ എനിക്ക് കിട്ടിയത് ഓഹരിയാണ്. നല്ല റീഡായിരുന്നു. KL മോഹനവർമ്മ ഞാൻ ഇക്കൊല്ലം പുള്ളിയുടെ കുറച്ച് ബുക്സ് എടുത്ത് വായിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കട്ടെ, എൻ്റെ ബുക്സ് കഴിഞ്ഞു, ഇനി അടുത്ത ആൾക്ക് തുടങ്ങാം. അനൂപ് ഏത് മലയാളം വായിച്ചു? ഞാൻ ഒരുപാട് ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ വായിച്ച പുസ്തകങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഒന്ന് ഡോക്ടർ വിനൽ പോളിൻ്റെ ബുക്സ്, ദളിത് ചരിത്ര ദംശനവും പിന്നെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചെങ്ങലകൾ. അത് രണ്ടും ഒരു പാരഡൈം ഷിഫ്റ്റ് നൽകിയ പുസ്തകങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇതിനെപ്പറ്റി കഴിഞ്ഞ വർഷം വായിച്ചതായിരിക്കും കേട്ടോ. പിന്നീടുള്ളത് മനു എസ് പിള്ളയുടെ ബുക്സ്, ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അതും കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത്. അത് ഈ വർഷം തുടക്കത്തിൽ എപ്പോഴാണ് വായിച്ചു തീർത്തത് തന്നെ. മലയാളം ഇംഗ്ലീഷ് വായിച്ചത്? സോറി, അത് ഇംഗ്ലീഷാണ്. അപ്പം അതിലോട്ട് പിന്നെ വരാം. പിന്നെന്താ, പിന്നെ അങ്ങനെ ഒരുപാട് മലയാളം വായിച്ചിട്ടില്ല. സോറി, കൃഷ്ണകുമാർ മ്യൂട്ടാണ്. അല്ല, വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇംഗ്ലീഷ് തുടങ്ങിയിട്ട് തിരിച്ചു വരാം. അതെ, ആദ്യം മലയാളം ഫിനിഷ് ചെയ്യാം, അത് ഇംഗ്ലീഷ് ഓക്കെ. പിന്നെ പണ്ട് അത് ലേഖ പറഞ്ഞ ശേഷം ഞാൻ വാങ്ങിച്ചു. അത് വായിച്ചുകൊണ്ടിരിക്കുക, അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ബുക്സ് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ വായിച്ചു തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടത് മെൻഷൻ ചെയ്യുന്നില്ല. ഇന്നും കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്, എല്ലാം വാങ്ങി വെക്കണം. പക്ഷെ അപ്പോൾ അടുത്ത വർഷം പറയാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒറ്റ ബുക്ക് ഉള്ളൂ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. 1980 എന്ന് പറഞ്ഞ അൻവർ അബ്ദുള്ളയുടെ. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഒരുപാട് സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയൊരു ബുക്കായിരുന്നു. കാരണം അത് വായിക്കുന്നതിന് തൊട്ട് മുന്നേ അത്ര നല്ല നോവൽസ് ഒന്നും അല്ല ഞാൻ വായിച്ചിരുന്നത്. സോ ഇത് വന്നപ്പോൾ കെയിം ആസ് എ മൈൽഡ് സർപ്രൈസ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോൺറയാണ് ഈ കോൾഡ് കേസസ് പ്രൂവ് ചെയ്യുന്നതിന്. അപ്പം നമ്മുടെ പാലേരി മാണിക്യം പോലെ ഈ 50 വർഷം മുന്നേ ഉള്ള കേസൊക്കെ എടുത്തിട്ട്
ഒരു പ്രൂഫും ഇല്ല, വിറ്റ്നസ്സുകളെല്ലാം മരിച്ചുപോയി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ കേസ് തെളിയിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ? അപ്പം റിയൽ ലൈഫിലുണ്ട് DNA എവിഡൻസ് ഒക്കെ വെച്ച് നമുക്ക് ചിലതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലൊരു ക്യൂരിയോസിറ്റി, ലൈക്ക് ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളത്. അപ്പം അത് ഓക്കെ. ഈ കഥയുടെ പ്രിമൈസ് 1980 പ്രിമൈസ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സിനിമ നടൻ ജയൻ്റെ മരണമാണ്. ഇതിനകത്ത് ജഗൻ എന്നാണ് നടൻ്റെ പേര്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കഥ. അത് ഇതിൻ്റെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് സേതുരാമയ്യർ പോലൊരു ക്യാരക്ടറാണ്. പെരുമാൾ എന്ന് പറഞ്ഞൊരു CBI ഓഫീസറോ അല്ലെങ്കിൽ റിട്ടയർഡ് CBI ഓഫീസറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു പഴയ ജഗൻ ഫാൻ വരുന്നതാണ്. അപ്പം ആ ഫാൻ പറയുന്ന ഇത് ജഗൻ്റെ മരണം നിഗൂഢമാണ്, അത് ഇറ്റ്സ് നോട്ട് എൻ ആക്സിഡൻ്റൽ ഡെത്ത്, അതാരും മനഃപൂർവ്വം കൊന്നയാണെന്നുള്ള ഇതിൽ പെരുമാൾ ആദ്യം ശ്രമിക്കുന്നുണ്ട്. ഹി റിഫ്യൂസസ് ദറ്റ് കോൾ. ഇനി ഇല്ല, ഞാൻ ആ കേസ് ഏറ്റെടുക്കുന്നില്ല, കാരണം ഇത് ഒരുപാട് വർഷമായി, 30 വർഷം ആയ കേസാണ്, അത് എടുത്തിട്ട് ഇനി കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ദറ്റ് മാൻ ഇൻസിസ്റ്റ്, കാരണം ആ ഫാനിന് ഒരു നല്ല പ്രായമുണ്ട്, പുള്ളിക്ക് വലിയ സമ്പാദ്യമോ വരുമാനമോ ഒന്നുമില്ല. പുള്ളിയുടെ ഫുൾ ലൈഫിൽ ഒറ്റ അംബീഷനേ ഉള്ളൂ, ഈ മരണത്തിൻ്റെ ആ മിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. സോ ഇവൻച്വലി പെരുമാൾ ടേക്സ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഹൗ ഡു യു സോൾവ് 30-year-old കേസ് ഒരു 40-year-old കേസ് എന്നുള്ളത്. പക്ഷേ പെരുമാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ പോയിട്ട് ഈ ഫിലിം ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ഈ ഫിലിമിൻ്റെ ഇപ്പോൾ പല ഷോർട്ടായിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് ഈ ഓരോ സീൻസൊക്കെ. അപ്പം ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഷോർട്ട് അനുസരിച്ച് പുള്ളി അത് 3 ക്യാമറ വെച്ചായിരിക്കും എടുത്തത്. ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് അത് ആ 3 ക്യാമറയുടെ വ്യൂ പോയിന്റിലായിട്ട് ഈ ഓരോ ഷോട്ടും വെട്ടിമുറിച്ച് ക്യാമറ എയുടെ അടുത്തു നിന്ന് വന്ന ഷോട്ട്സ് ഇത്ര, ക്യാമറ ബിന്ന് എടുത്ത ഷോട്ട്സ് ഇത്ര, സിന്ന് എടുത്ത ഷോട്ട്സ് ഇത്ര, ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് വെച്ച് പുള്ളിക്കാരൻ അത് നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ക്ലൂ കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മെറ്റിക്കുലസ് ആയിട്ടൊരു പ്രോസസ്സിൽ കൂടെ പോകുന്ന കണ്ടപ്പോൾ ഐ ഗോട്ട് ഇൻട്രീഗ്ഡ്. ആൻഡ് ഫ്രം ദെയർ ഓൺവേർഡ്സ് ഇറ്റ് വാസ് നോട്ട് എ ലെറ്റ് ഡൗൺ. അങ്ങനെ കയറി പോവുകയായിരുന്നു. ആൻഡ് റിയൽ ലൈഫ് ജയൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറേ റൂമേഴ്സും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇതിൽ. സോ ഇൻ എ വേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഐ വാസ് സോ ഹാപ്പി ആഫ്റ്റർ റീഡിങ് ദാറ്റ്. അപ്പം എനിവേ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു ടോപ്പിൽ മനസ്സിലിപ്പം നിൽക്കുന്നൊരു ബുക്ക്. പിന്നെ ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് റൈറ്ററാണ് പുള്ളി. പെരുമാൾ മുരുകൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ ഡിറ്റക്റ്റീവിന്റെ പേര് അല്ലേ? അല്ല, പെരുമാൾ. അല്ലല്ല പെരുമാൾ. വെറും പെരുമാൾ. പെരുമാൾ മുരുകൻ അതെ, എന്നാണ് എന്താ ഓർമ്മ. സംഭവം എന്ന് വെച്ചാൽ ഓതറ ഇതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അജിത് മാഷ് പറഞ്ഞതാണ് ഓഗസ്റ്റില്. അതായത് മറ്റേ നമ്മുടെ പെരുമാളും ഇതും നമ്മുടെ ഓഗസ്റ്റ് SN സ്വാമി ഇല്ലേ, August 15, അതിൽ പെരുമാളും ഇതുമായിട്ടൊരു സാദൃശ്യമുള്ളത് കൊണ്ട് അതെന്തോ ഒരു ഇഷ്യൂ ഒക്കെ വന്നിരുന്നു. കാരണം പുള്ളി പണ്ട് എഴുതി കുറെ കാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഈ പെരുമാൾ സീരീസ് ഒരുപാട് നാളായി, ഒരുപാട് ഇതിലുണ്ട്, ബുക്സിലുണ്ട്. ഞാൻ വായിച്ചത് പ്രൈം വിറ്റ്നസ് ആണ്, അതിനകത്ത് പെരുമാളാണ്. അതിനകത്ത് കോമയില് വേറാളാ, ജിബ്രിൽ അങ്ങനെ പറഞ്ഞിട്ട് വേറൊരു ജിബ്രിൽ. ട്വിൻസ് ആണ് അതില്, ഡിറ്റക്റ്റീവ് ജിബ്രീൽ. പക്ഷെ ആക്ച്വലി നല്ല ഓത്തറാ. ഐ ഡോണ്ട് നോ വൈ മെയിൻ സ്ട്രീം ഈ പറഞ്ഞ മാതിരി രജത്താറും ഇവർക്കൊക്കെ വേറെ പല മെയിൻ സ്ട്രീം ത്രില്ലേഴ്സ് എഴുതുന്നവർക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷനോ പുഷോ കിട്ടുന്നില്ല എന്ന് എനിക്ക് കംപ്ലൈന്റ് അല്ല, കാരണം ഇതിൽ ഈസി റീഡ് അല്ല ചില കാരണം കുറെ കൂടി ഒരു ഈസി റീഡ്സ് ആണോ അങ്ങനെയല്ല, നമ്മള് ലിറ്റററി ഫിക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ് അൻവർ അബ്ദുള്ള എഴുത്തൊക്കെ. മറ്റേതെന്ന് പറയുമ്പോൾ കുറെ കൂടി ഈസി ആണല്ലോ വായിക്കാൻ. അതായത് രജത്തിന്റെ ഞാൻ പറയുന്നതില് കിട്ടില്ല, അതാണ് കിട്ടില്ല. വേറെ, അതാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ യു റൈറ്റ്. ഇപ്പൊ ഡിസിയും ബുക്ക് ഹൗസസ് ആവുമ്പോ അതാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇപ്പൊ ടാർഗറ്റ് നേരത്തെ ചെയ്യുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? ഡോപ്പമിൻ ഹിറ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ പുസ്തകങ്ങളാണല്ലോ. പോട്ടെ, എനിക്കതിൽ പ്രതിഷേധമുണ്ട്. മോർ പവർ ടു ഗുഡ് ഓഥേഴ്സ് ദിസ് ഇയർ എന്നുള്ളതാണ്
എന്റെ ഉം. കാത്തിരുന്ന് അല്ല കാണണം കോശി. അല്ല ബിക്കോസ് ജനുവരി തന്നെ കൊച്ചു അല്ല, ടൂർ തുടങ്ങണ്ട. ഓബിയസ്ലി ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു റീഡറായിട്ട് നോക്കുമ്പോൾ ഉള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് ആ ഒരു റൊമാൻറ്റിക് ഫിക്ഷൻ ആ ഒരു വേവ് ഏകദേശം ഒന്ന് കെട്ടടങ്ങിയ മട്ടാണ്. കാരണം അത് പെട്ടെന്ന് തീർന്നു. ഞാൻ വിചാരിച്ചത് ഈ ക്രൈമിനേക്കാളും കൂടുതൽ പെട്ടെന്നാണ് ആ സംഭവം ഏകദേശം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. ആദ്യമൊക്കെ ഇപ്പോൾ വരുന്ന പല വർക്ക്സും അങ്ങനത്തെ ആയതുകൊണ്ട് ഇപ്പോൾ മാൻകൈൻഡ് പോലും വലിയ കാര്യമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് കാണുന്നില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പുതിയത് വരുന്നതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ് റൈറ്റേഴ്സിൻ്റെ ഇനിയിപ്പോൾ സെക്കൻഡ് ബുക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ അവർ കൊണ്ടുവരുമായിരിക്കും. പക്ഷേ എത്ര നാൾ ഇത് നിൽക്കുമെന്ന് അറിയില്ല. അതാണ്. അപ്പോൾ മലയാളം നമ്മൾ തീർക്കുന്നതിന് മുമ്പ് ഒന്ന് സോറി, ഞാൻ ഒരാളെ കൂടെ വിട്ടുപോയി. രജത്താറിൻ്റെ 1-ാം ഫോറൻസിക് അധ്യായം അത് പറയാൻ വിട്ടുപോയിട്ടോ. അത് വളരെ നല്ലൊരു ബുക്കാണ്. ഇപ്പം രജത്താറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, ഇദ്ദേഹത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതും വളരെ ഇറ്റ്സ് റിട്ടൺ ഡീസൻ്റ്ലി. നമ്മൾ ഓഡിയൻസിൻ്റെ ബുദ്ധിയെ ഇൻസൾട്ട് ചെയ്യാത്ത ബുക്സ് ഭയങ്കര റെയറാണ്. അപ്പം അത് ആ കൂട്ടത്തിൽ പെട്ടൊരു ബുക്കാണ് 1-ാം അത് ഫോറൻസിക് ഞാൻ അധ്യായം. ആരാ ഇത് പറഞ്ഞതെന്ന് ഓർമ്മയില്ല, മറിയ റോസ് ആണോ എന്ന് തോന്നുന്നു. ഒരു ലൈൻ ഞാൻ എവിടെയോ വായിച്ചതാണ്. നമ്മളൊരു സസ്പെൻസ് അല്ല ഒരു ഹൂഡണിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ അത് വായിക്കുന്ന ആവറേജ് ഓഡിയൻസിനേക്കാളും ഐക്യം ഉണ്ടായിരിക്കണം എഴുത്തുകാരന്. ഇല്ലെങ്കിൽ ആ ഹൂഡണിട്ട് പകുതി വഴി ആവുമ്പോഴേക്കും വായനക്കാരന് മനസ്സിലാവും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. റൈറ്റ്. ഈ 1-ാം ഫോറൻസിക് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന് മുമ്പ് വായിച്ചത് പ്രവീൺ ചന്ദ്രൻ്റെ ഛായാമരണം എന്ന് പറഞ്ഞിട്ടൊരു. ഞാൻ ഈ മറ്റേ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീണ്ടും റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബാച്ചിൽ വാങ്ങിച്ച പുസ്തകങ്ങളിൽ ഒന്ന് കാന്തമല ചരിതം വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിയതാണ് ഈ ഛായാമരണവും. അത് വിദ്യയാണ് റെക്കമെൻഡ് ചെയ്തത്, വിദ്യാരണിക്കലിൽ നമ്മുടെ. അപ്പോൾ അതേ സംഭവമാണ് ഇതും, നമ്മുടെ 1-ാം ഫോറൻസിക് അധ്യായവും. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, അൻവർ അബ്ദുള്ളയുടെ റൈറ്റിങ്ങിൻ്റെയും ഇപ്പോൾ രജത്താറിൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ. പ്രവീൺ ചന്ദ്രൻ്റെ റൈറ്റിംഗ് കുറേ കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഡ്രാബ് എന്ന് തോന്നുന്ന ഒരു ലിറ്റററി ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതിനകത്ത് കുറച്ച് ഇമോഷൻസ് ഒരുപാട് ഈ മറ്റേ ഡിറ്റക്റ്റീവിൻ്റെ ഫാമിലി ഇമോഷൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ചില ത്രില്ലർ പടങ്ങൾ, നോവൽ പടങ്ങളില്ല, അതുപോലത്തെ ഒരു സംഭവമാണ് ഛായാമരണം. പക്ഷേ ഇവിടെ 1-ാം ഫോറൻസിക് അധ്യായം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഡിറ്റക്റ്റീവിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അയാളുടെ ലൈഫൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, കേസ് അന്വേഷണമാണ്. രണ്ടും പറയുന്ന ഒരേ കാര്യമാണ്. ഈ ഛായാമരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡെത്ത് ഓഫ് ഇമേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയും ഏകദേശം അങ്ങനത്തെ ഒരു സംഭവമാണ്. യാ വേറെ ലേഖ ഹാസ് റിവേഴ്സ് സൈഡ് ഓപ്പൺ ഇൻ അതർ ടാബ്സ് എന്ന് പറയുന്നു. വല്ലതും വേറെ ഒരിടത്തുണ്ടോ? കള്ളമാണ്. ഇല്ലല്ലോ. ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അനൂപ് എന്താ പറഞ്ഞെന്ന്? അല്ല, സോറി, എനിക്ക് വേറെ ബുക്സ് ഒന്നും ഇല്ല, പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലോട്ട് വരാം. അതിനു മുമ്പ് ഐ ഹാവ് ടു ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എടുത്ത് വായിച്ച് തുടങ്ങി വായിച്ച് തീർക്കാത്ത അല്ലെങ്കിൽ വായിച്ച് തീർക്കാൻ പറ്റാത്ത പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ മലയാളത്തിൽ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഞാൻ തുടങ്ങാം. പ്രോബ്ലി മറ്റേ ഈ വായിച്ച ലിസ്റ്റിൽ ആത്രേയകം പറയാൻ മറന്നു. ആത്രേയകം ഉണ്ടായിരുന്നു. ആത്രേയകം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ എടുത്തതാണ്. കാരണം കല്യാണിയും ദാക്ഷായണിയും എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ എങ്ങനെ എഴുതാൻ പറ്റുന്നു ഇങ്ങനെ എന്ന് വിചാരിച്ചൊരു പുസ്തകമാണ് കല്യാണിയും ദാക്ഷായണിയും. അത് വെച്ചിട്ട് ആത്രേയകം വായിച്ചപ്പോൾ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. കാരണം അത് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ ഏത് തൊട്ട് കഴിഞ്ഞാൽ ആ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 2-ാം ഊഴമാണ്. അപ്പോൾ അതൊരു റീസൺ ആണ്. ബട്ട് എനിക്ക് ഈ പറയുന്ന ആളുകൾ മുഴുവനും കൊട്ടിഘോഷിച്ചതുപോലെ നല്ലതാണ് ആത്രേയകം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കൊട്ടിഘോഷിക്കേണ്ടത് കല്യാണിയും ദാക്ഷായണിയും ആയിരുന്നു. ദാറ്റ് ഡിസേർവ്ഡ് ടു ബി സെലിബ്രേറ്റഡ്.
എനിവേസ് ബാക്ക് ടു ദ ടോപ്പിക്. പറഞ്ഞ വായിച്ച് തീർക്കാൻ പറ്റാത്ത മലയാളം പുസ്തകങ്ങളുണ്ട്. സോറി, ഈ അതിനെക്കുറിച്ച് ദാക്ഷായണിയും ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചില ഓത്തേഴ്സ് ഫെമിനിസം എഴുതാൻ വേണ്ടി എഴുതുന്ന ഓത്തേഴ്സ് ഉണ്ട്. ദാക്ഷായണി കല്യാണി ആൻഡ് ദാക്ഷായണി ആർ ടു വിമൻ ഹു സ്റ്റുഡ് അപ്പ് ഫോർ ദംസെൽസ്. അവര് നമ്മള് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ സോഷ്യൽ മീഡിയയിൽ പെയിന്റ് ചെയ്യുമ്പം അവർക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഞാനത് വായിച്ചിട്ട് അതിൽ ചില കമ്പാരിസൺസ് ഒക്കെ ഉണ്ട്. ഈ ഇതിലൊരു ക്യാരക്ടർ ഭർത്താവുമായിട്ട് പിരിഞ്ഞു വന്നിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം. ഒരു കാട് ഉലഞ്ഞു വരുന്ന പോലെയാണ് ഇറങ്ങിയത്. നമുക്കത് ഫീൽ ചെയ്യാം. ഇതിങ്ങനെ ഫുൾ മുടിയൊക്കെ അയച്ചിട്ട് ഈ സ്ത്രീ വയലന്റ് ആയിട്ടാണ് വരുന്നത്. ഒരു കാട് ഉലഞ്ഞു, അങ്ങനത്തെ ചില യൂസേജസ് ഒക്കെ ആ ബുക്കിൽ വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എഴുത്താണ്. അത്രയും എനിക്കത് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഞാൻ എവിടെയും എത്തിയില്ല. ആ കവർ പേജ് ഉണ്ടല്ലോ, അതിലൊരു ചൂലിന്റെ ചൂല്. സോ ആപ്റ്റ്. ഇതിന്റെ ഭാഷ ആയിരിക്കാം ഒരു പക്ഷേ, അതായത് മറ്റേ സംഭാഷണം ഒരു കാസർഗോഡ് കാസർഗോഡ് അല്ലേ? സ്റ്റൈൽ. കണ്ണൂർ. അപ്പൊ അത് ഞാൻ കുറെ പേര് എന്നോട് പറഞ്ഞത് അങ്ങനെ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, സംഭാഷണങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച ബുക്കാണ് ഈ കല്യാണി. അത് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഓർമ്മ വരുന്നുണ്ട്. ട്രെയിൻ സ്പോട്ടിങ് മുഴുവൻ എഴുതിയിരിക്കുന്ന ഐറിഷ് ആക്സെന്റിലാണ്. 2 പേജിനപ്പുറം പോയിട്ടില്ല. ഞാൻ സിനിമ കണ്ടിട്ട് സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് മനസ്സിലായതാണ്, അല്ലാതെ കണ്ടിട്ടില്ലേ ഏതാ ഡെറി ഗേൾസോ? ഇല്ല നെറ്റ്ഫ്ലിക്സിലെ ഡെറി ഗേൾസ്? ഞാനും പ്ലീസ്. ടൈപ്പല്ല. അഷ് ഭയങ്കര രസമാണ്. ഒരു നമ്മുടെ മറ്റേ IRAയുടെ ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന 3 ഗേൾസ് ആൻഡ് എ ബോയ്. സിറ്റ്കോം ആണോ? അവൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവനെ ബോയ്സ് സ്കൂളിൽ വിടാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഗേൾസ് സ്കൂളിൽ കൊണ്ടേയാക്കും. അതിലൊരാളുടെ ഒരു പെൺകൊച്ചിന്റെ കസിൻ ആണ്. I think 4 girls and a boy. It's only 6 or 7 episodes. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു. ഇറ്റ്സ് ഫണി. ആൻഡ് നമ്മുടെ ബ്രിഡ്ജേട്ടനിലെ പെനിലോപ്പി അതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എൻ ഐക്കോണിക് സീരീസ്. ഞാനത് റീവാച്ച് ചെയ്തൊരു സീരീസ് ആണ്. 6 or 7 episodes ഉള്ളൂ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡൺ. ഇത് ഡെറി ഗേൾസോ? ഡെറി ഗേൾസ് നെറ്റ്ഫ്ലിക്സ് ട്രെയിലർ കണ്ടു. ഒരു കോമഡി അല്ലേ? സിറ്റ്കോം ആണ്. കോമഡിയാണ് ഇത്. Like Anyways. if you've got a teenager, you'll probably understand this better. അവരുടെ ടീനേജേഴ്സ് ആയിട്ട് അവരുടെ കുറെ മോള് ടീനേജർ ആവാറായല്ലേ അനൂപേ? അതോ ആയോ ഓൾറെഡി? ആയി വീട്ടിൽ വിപ്ലവം തുടങ്ങി. ഈശ്വരാ. പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. എനിവേസ് ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എടുത്തിട്ട് വായിച്ച് പകുതി നിർത്തിയത് PV ഷാജികുമാറിന്റെ മരണവംശം. നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പുനം വായിച്ച് നിർത്തി അപ്പം തന്നെയാണ് തുടങ്ങിയത്. രണ്ടും ഏകദേശം ഒരേ സ്റ്റൈല്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഗ്യാപ്പ് ഇട്ട് വായിക്കുമ്പോൾ പുനത്തിൽ നടന്ന സംഭവങ്ങളും ഇതിലെ സംഭവങ്ങളും എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ആവുന്ന പോലെ ഒരു തോന്നല്. അപ്പം ഞാൻ അങ്ങനെ പൂട്ടി വെച്ചതാണ് ആ സംഭവം. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഐം ഗോണു റീവിസിറ്റ് ദാറ്റ് ഫോർ ഷുവർ, ബട്ട് ഐ കുഡ് നോട്ട് കംപ്ലീറ്റ് ദാറ്റ് വൺ. പിന്നെ അതുപോലെ പ്ലാനറ്റ് 9 ഞാൻ വായിക്കാനൊരു ശ്രമം നടത്തി. 3 പേജിനപ്പുറം പോയില്ല. പിന്നെ ക്രൗൺ കോബ്ര അഗെയിൻ ഐ സ്റ്റാർട്ടഡ് റീഡിങ്. ഐ കുഡ് നോട്ട് ഗെറ്റ് ഫർദർ. കാരണം അഗെയിൻ എനിക്കറിഞ്ഞൂടാ, അപ്പം വായിച്ച പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് ആ പ്രിമൈസ് ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, പക്ഷേ കുഡന്റ് ഗോ ഫർദർ. അങ്ങനെ വെച്ച് പൂട്ടിയൊരു സാധനമാണ്. പൂട്ടിയില്ല, തൽക്കാലത്തേക്ക് എനിക്ക് കുറച്ചുകൂടി മൂഡ് വരാൻ വേണ്ടി മാറ്റി വെച്ചൊരു സാധനമാണ്.
അപ്പൊ അതൊക്കെയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത പുസ്തകങ്ങൾ. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്ത പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ മലയാളം? പൊനം ഞാൻ ഡ്രോപ്പ് ചെയ്ത ബുക്കാണ്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് ദിസ് ഇയർ. പ്രൈമർലി എനിക്കത് വായിച്ചപ്പം എനിക്ക് എന്റെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുള്ളി റിട്ടൺ വെരി ബുക്കാണ്. വിഷ്വൽ, വെരി വിഷ്വൽ. വെരി വിഷ്വൽ, ഓൾസോ വെരി ഗ്രാഫിക്. അതാണ് അതിന്റെ പക്ഷെ വേറൊരു പ്രശ്നം. ആ ആ വേറെ ഒരു കുഴപ്പം കൂടിയുണ്ട്. നമ്മൾ സ്ത്രീകള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ കൃഷ്ണകുമാർ യെസ് ഇതിനു മുമ്പ്. യെസ് ഇതില് സ്ത്രീ കഥാപാത്രങ്ങള് നമ്മുടെ പഴയ 80കളിലെ ചില ജോഷി സിനിമകൾ ഉണ്ടല്ലോ, കാട്, ഫീമെയിൽ ഐ വി ശശി, ക്യാരക്ടേഴ്സ് ഐ വി ശശി. ആർ പുട്ട് അപ്പ് ഫോർ ആണുങ്ങൾക്ക് റിവെഞ്ച് എടുക്കാനായിട്ട് ഇവരെ അസോൾട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സിനെ മാരെയാണ് അതില്. എക്സെപ്റ്റ് അതിലൊരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ വാസ് ദർ ഹു വാസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ്, ഹാഡ് ഹെർ ഓൺ അമ്മയും മോളും വേ. ഉണ്ടല്ലോ, അമ്മയും മോള് രണ്ടുപേരും ഉണ്ട്. ആ, അവരാണ് അതില് ആകെ കൂടെ എനിക്ക് കുറച്ചൊരു ഏജൻസി ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് തോന്നിയത്. ബാക്കി എല്ലാവരും ഇയാളുടെ പെങ്ങളെ മറ്റേയാൾ വന്ന് അസോൾട്ട് ചെയ്യുന്നു, അപ്പൊ ഇയാൾ ദേഷ്യം പിടിക്കുന്നു. ഇത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് ഇവര് വരുന്നത് കാട്ടിക്കൂടെ നടക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതെന്താണിത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. ഐ ഡിസ്പൈറ്റ് ദ ബ്യൂട്ടി ഓഫ് ആ കാടിനെ അവര് അങ്ങൊരു ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതും അതുമാരാ തടിയുടെ ട്രേഡിനെ കുറിച്ച് അവർ പറയുന്നുണ്ടല്ലോ, ആ സീനൊക്കെ ഭയങ്കര രസമാണ്. മുകളിന്ന് തടി ഒഴുക്കി വിടുന്നതും യു ക്യാൻ ഫീൽ ആ ഒരു സ്പേസിലുള്ള എയറും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ബിയോണ്ട് ദാറ്റ് ഇഫ് യു ഭയങ്കര ഹാഡ് സ്റ്റോപ്ഡ് അറ്റ് ദാറ്റ് ബുക്കിന്റെ ആ എന്താ പറയാ ഒരു ഡെൻസ് സിനിമ പ്രോസ് കാണുന്ന എന്ന് പോലെയാണ് പറയില്ലേ, നമുക്കത്. നമ്മളെ ആ കാടിനകത്ത് പെട്ട വെരി പോലെയാണ്. സിനിമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് ലിറ്റററി ക്വാളിറ്റി ഉള്ള പുസ്തകമാണ്. correct. യെസ് പക്ഷെ ഈ ഒരൊറ്റ റീസൺ കൊണ്ട് ഐ കുഡ് നോട്ട് സിറ്റ് ത്രൂ ദ ബുക്ക്. മേ ബി ആ ബുക്ക് ചിലപ്പോൾ അത് മേ ബി കണ്ടിന്യൂ ചെയ്ത് ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ റീസൺ ഇമ്പോർട്ടന്റ് ആയിരുന്നായിരിക്കും ആ കഥയ്ക്ക്. ഞാനത് കണ്ടിന്യൂ ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അതർവൈസ് പുള്ളിയുടെ വേറെ എന്തെങ്കിലും ബുക്ക് എനിക്കിന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. I would like പുള്ളിയുടെ to explore. ഒരു ഇത് വന്നാണ്, ചെറുകഥാ സമാഹാരം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അതിന് മുമ്പ് പുള്ളിയുടെ ഏറ്റവും ഫസ്റ്റ് ബുക്ക് ആരാൻ എന്ന് പറഞ്ഞിട്ടൊരു അതിന് അവാർഡ് കിട്ടിയതാണ്. ചെറുകഥാ സമാഹാരമാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു ബുക്കാണ്, അക്കാഡമി അവാർഡ് കിട്ടിയതാണ് ആരാൻ. അത് നല്ല കഥകളാണ്, കൊള്ളാവുന്ന ഒരു സംഭവമാണ്. ഈ ശരിക്കും ഒളിയമ്പുകൾ സിനിമ കണ്ടിട്ടില്ലേ? എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പണ്ട് മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട്, എക്സാക്ട്ലി ഒരു ആ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു കാടിനകത്ത് പെടുന്നൊരു വൈബായിരുന്നു അതില്. സംഭവം കറക്റ്റ്. അതായിരുന്നു. എനിക്ക് കണ്ടപ്പോ മൊത്തം ബുക്ക് എനിക്കൊരു സേപ്പിയ മോഡലാണ് ഞാൻ വായിച്ചത് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഗ്രീൻ ടിന്റ്, ഫുൾ ഗ്രീൻ ടിന്റ് ആയിരിക്കും കറക്റ്റ്. ബുക്കിനകത്ത് കയറിയപ്പോൾ മുതൽ. ഒരു ഞാൻ അതുകൊണ്ടാണ് ബാലൻകേ നായരും മരണവംശം, അതെ, ഒരു പാലങ്കേന്നായാലും അല്ല ആക്ച്വലി അതുകൊണ്ടാണ് ഇത് മറ്റേ മരണവംശം ഇതുവരെ വായിക്കാതെ വെച്ചിരിക്കുന്നത്, മാറ്റി വെച്ചത് അതുകൊണ്ടാണ്. ഈ പൊനത്തിന്റെ ഹാങ് ഓവർ ഒന്ന് മാറിയിട്ട് അതിലെത്താന്ന് പറഞ്ഞിട്ടായിരുന്നു. ഹാങ് ഓവർ ഒക്കെ മാറിയിട്ട് കുറെ മരണവംശം ആയി. ഇത്രയും വയലന്റ് ആണോ ആന്റി? ഇത് അത് സെയിം ഇത് തന്നെയാണ്, സെയിം ടോൺ. ടെംപ്ലേറ്റ് ആണ്. ഒരു സ്ഥലം നമ്മളിങ്ങനെ അതിലെ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കി വരുമ്പോൾ പിന്നെ അതിൽ നിന്ന് അടുത്ത ക്യാരക്ടറിലോട്ട് ചാടും, അടുത്ത ക്യാരക്ടറിലോട്ട് ചാടും. അപ്പൊ ഇങ്ങനെ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ബഞ്ച് ഓഫ് പീപ്പിൾ ഇൻ എ ലൊക്കാലിറ്റി. അതിൽ ജനറേഷൻസും എല്ലാം. അപ്പം അതുകൊണ്ടാണ് ആ രണ്ടിന്റെ ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ വേറെയാണ്. പക്ഷെ എന്നാലും അത് വായിച്ച് ഉടനെ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് മെസ്ഡ് മീ അപ്പ്. എനിക്ക് മിക്സപ്പ് ആയി തുടങ്ങി. റെക്കമെൻഡേഷൻ കിട്ടിയേക്കുന്നതാണ്. നല്ല പുസ്തകമാണ്, ഡെഫിനറ്റ്ലി നല്ല ജിജേരൻ. പുസ്തകമാണ്. രണ്ടും സിനിമയാക്കാനുള്ള പരിപാടിയുണ്ടെന്ന് പറഞ്ഞു. പൊനം പണ്ട് മറ്റേ നമ്മുടെ ലാൽ ജോസ് അനൗൺസ് ചെയ്തിരുന്നു, അതെന്തായെന്ന് അറിയില്ല. മരണവംശം നമ്മുടെ ഒരു നടനില്ലേ രാജേഷ് മാധവൻ, പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചറാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്കറിയില്ല, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്ത പുസ്തകങ്ങൾ വല്ലതും? ഈ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം പലതും നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫോക്കസ് പോകുന്നതുകൊണ്ടാണ്, അല്ലാതെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഈ തവണ ഈവൻ രതി നിർവേദം പോലും തുടങ്ങിയായിരുന്നു. പക്ഷേ അത് ചെറിയ ബുക്കാണ്, ലൈറ്റ് റീഡാണ്. ഞാൻ ആദ്യം കണ്ട ഏറ്റവും ചെറിയ ബുക്ക് എന്ന് പറഞ്ഞാൽ എടുത്ത് വായിച്ചു തുടങ്ങിയതാണ്. അതൊരു 2 ചാപ്റ്ററിനപ്പുറത്തേക്ക് കൊണ്ടുപോയില്ല. കാരണം
ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ വില്ലൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, മൊബൈൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട്. പിന്നെ എഴുത്തുണ്ടായിരുന്നു. നമ്മൾ സ്വയം ഒരു ടോർച്ചർ ചെയ്തിട്ടാണ് ഇക്കൊല്ലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത്. എങ്ങനെയെങ്കിലും അത് ഞെക്കി പിടിച്ച് തീർക്കണം, ഞെക്കി ഞെക്കി പിടിച്ച് പിടിച്ച് ബലം ഉം. പിടിച്ചിരുന്ന് എഴുതിയിട്ടാണ് അത് തീർത്തത്. തീർന്നല്ലോ. അപ്പം അത് ആശ്വാസം. അത് ആക്ച്വലി ഞാൻ ഇത് ഒഡീസി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ആഴ്ച ഞാൻ റീഡ് ചെയ്തു, എഡിറ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബുധനാഴ്ചയോടുകൂടി കഴിഞ്ഞു, ഡൺ. ഞാനത് ജയശ്രീക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. കാരണം മറ്റോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഐ ലുക്ക് ഫോർവേഡ് ടു ഷട്ടിങ് ഔട്ട് എവറിത്തിങ് ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് വേൾഡ്. നൗ ദർ ഇസ് നോട്ട് എന്താ പറയണ, ആ വേൾഡ് അവിടെ ഇല്ല. എനിക്ക് വീട്ടിൽ വന്നിട്ട് ചെന്ന് കയറാൻ. ദാറ്റ് ഈസ് ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ മീ. കാരണം ഞാനത് എൻജോയ് ചെയ്തു ആ വേൾഡ് എന്നുള്ളത് ഒരു നല്ല സൈനാണ്. അപ്പം പ്രോബബ്ലി തിങ്കിങ് ഒരു ഷോർട്ട് സ്റ്റോറി കുറച്ച് നാളായിട്ട് എഴുതണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിലോട്ടൊന്ന് ഇറങ്ങിയാലോ അതോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് ഇറങ്ങണോ എന്ന് ഒരു കൺഫ്യൂഷനാണ്. ആദ്യം ഷോർട്ട് സൈഡ് സ്റ്റോറി ഡിഷ് ഇറങ്ങും. കുറിക്കണം. ഏ ആദ്യം അതെ, സൈഡ് ഡിഷ്. ഏത് സൈഡ് ഡിഷ്? അല്ല, ഷോർട്ട് സ്റ്റോറി. അത് ഷോർട്ട് കഴിഞ്ഞിട്ട് സ്റ്റോറി. നമുക്ക് മെയിൻ കോഴ്സിലേക്ക് ഇറങ്ങിയാൽ. വേറെ ഏതെങ്കിലും അനൂപ് ഏതെങ്കിലും വായിച്ചിട്ട് നിർത്തിയോ ഇടയ്ക്ക് വെച്ച്? അത് അങ്ങനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ അത് കൂടുതലും നമ്മുടെ തെറ്റാണ്, പുസ്തകത്തിന്റെ തെറ്റല്ല. ഞാനിപ്പോൾ മോശം പുസ്തകമായാൽ പോലും അത് തീർക്കാനേ മാക്സിമം ശ്രമിക്കത്തുള്ളൂ. ഞാനത് നിർത്തി കേട്ടോ, ഞാനത് നിർത്തി. എനിക്ക് മോശം അതെ, പുസ്തകം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ദയവും ഇല്ലാതെ ഞാൻ മാറ്റും. കാരണം ലൈഫ് ഇസ് ടു ഷോർട്ട്. പക്ഷേ മോശം പുസ്തകമെന്നല്ല. ഇഫ് ദാറ്റ് ബുക്ക് ഇസ് നോട്ട് മെന്റ് ഫോർ മീ, ഉം, റൈറ്റ്? മോശം പുസ്തകങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബുക്സ് ഐ പുട്ട് ഡൗൺ. ഇപ്പം ഇംഗ്ലീഷ് വരുമ്പോൾ ഞാൻ പറയാം 1-2 പുസ്തകങ്ങൾ, റിയലി ഗുഡ് ബുക്സ്, ബട്ട് ഐ കുഡ്ന്റ് ഗെറ്റ് ത്രൂ ദം. എനിവേ വിൽ കം ടു ദാറ്റ്. ഇത് ആ. ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ മുകേഷ് കഥകൾ ഇടയ്ക്ക് കോവിഡ് കാലത്ത്, അത് പഴയ സംഭവമാണ്. കോവിഡ് കാലത്ത് ഞാൻ കണ്ടിങ്ങനെ രസിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് എന്തുകൊണ്ടും നിർത്തി. കാരണം കുറേ സ്റ്റോറീസ്, മുകേഷ് കഥകളിലെ കുറേ സ്റ്റോറീസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും. അതിനുശേഷം ഈ പുള്ളിയുടെ കുറേ വിവാദങ്ങളൊക്കെ പുറത്തു വന്നു. പുള്ളിയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നൊരു ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ അത് കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്, ഒരു നമ്മുടെ കുട്ടിക്കാലം മുതലേ കാണുന്നൊരു നടനും കഥാപാത്രമാണല്ലോ. അപ്പോൾ ആ അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹമൊക്കെ അങ്ങ് പതുക്കെ പോയി. അതിനുശേഷം പിന്നെ എനിക്കത് തുറന്നു നോക്കാൻ തോന്നിയിട്ടില്ല. അതുണ്ട്. അതിപ്പോൾ ഈ ദിലീപ് ഫിലിംസ് പടം കാണുന്ന പോലെ തന്നെ പണ്ട് റിപ്പീറ്റ് അടിച്ച് കാണുന്നതാണ് ഈ മഴത്തുള്ളി കിലുക്കം, അങ്ങനത്തെ കുറേ ഫിലിംസ്. ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റ് അത് തിരിച്ചു വരേണ്ട ടോപ്പിക്കാണ്. അതെ അതെ. ഞാൻ പക്ഷെ പലപ്പോഴും നമുക്ക് പറയുന്ന സോറി ഫിനിഷ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് വി ഷുഡ് സെപ്പറേറ്റ് ആർട്ട് ഫ്രം ദ ആർട്ടിസ്റ്റ്. പക്ഷേ ചില സമയത്ത് മനസ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. ചിലർ സമ്മതിക്കൂല അതിന് വേണ്ടി. ഇപ്പൊ പുതിയൊരു സാധനം വന്നില്ല, അതെ, സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ അപരാധം കൊണ്ട് വരും. വരും. പറഞ്ഞിട്ട് കാര്യം. റൈറ്റ്. അപ്പോ നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാം. വി വിൽ റെസ്യൂം വിത്ത് ദ ഇംഗ്ലീഷ് ബുക്സ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ thank you all for joining us. This is Krishna Kumar, Anup, Lekha and Sandeep signing off. Bye.